തിരുവനായി ഇടിച്ച് ഓട്ടോ മറിഞ്ഞ ഡ്രൈവർ മരിച്ചു. മലപ്പുറം മങ്കട കർക്കിടകത്താണ് അപകടം. വെള്ളിമല സ്വദേശി നൌഫലാണ് മരിച്ചത്. പൊടിഞ്ഞുകൊണ്ട് വിവരങ്ങൾ നൽകാനായി ജംഷീർ, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? നൌഫലിനൊപ്പം ഉണ്ടായിരുന്ന മറ്റാർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? അജി, ഇന്ന് രാവിലെയോടെയാണ് ഈ അപകടം ഉണ്ടായത്. മങ്കട കക്കകത്ത് വെച്ചായിരുന്നു അപകടം. ഈ അപകടത്തിൽ ഇപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് മരിച്ചിരിക്കുന്നത്. ഈ ഓട്ടോ വരുന്ന സമയം സമീപത്തുണ്ടായിരുന്ന ഒരു തിരുനായെ മറ്റൊരാൾ അതിനെ അവിടെ നിന്ന് ഓടിക്കുകയും ഈ ഓടിയ നായ റോഡ് കുറുകെ കടക്കുകയുമായിരുന്നു. ഈ സമയം ഇപ്പോൾ നൌഫൽ ഓടിച്ച ഓട്ടോറിക്ഷ വരികയും ഈ സമയത്ത് ഈ നായയിൽ ഇടിച്ചുകൊണ്ട് ഒട്ടം മറിയുകയായിരുന്നു. നൌഫൽ ആ സമയം തലയിടിച്ച് വീണു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായിട്ടില്ല. അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശരി, ജംഷീർ പൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്. വെള്ളിമല സ്വദേശി നൌഫലാണ് അപകടത്തിൽ മരിച്ചത്. മങ്കട കർക്കിടകത്താണ് തിരുവനായെ ഇടിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടമുണ്ടായി ഒരാൾ മരണപ്പെട്ടത്. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു. നമ്മളൊക്കെ ഈ വീഡിയോ കണ്ടു, ഈ വാർത്ത നമ്മൾ ഇന്നലെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ സാന്ദർഭികമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കൊളങ്ങരപ്പീടിയ കച്ചേരിക്കുന്ന് റോഡിൻ്റെ ഇരുവശങ്ങളിലായി വാഹനങ്ങൾ അനധികൃതമായി ധാരാളം പാർക്ക് ചെയ്തത് കാണാം. ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ട്. ഇത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന വ്യക്തികൾ ദയവായി ശ്രദ്ധിക്കുക. നമ്മളവിടെ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുമ്പോൾ രാവിലെ സ്കൂളിലേക്കും മറ്റും പോകുന്ന വാഹനങ്ങൾ, അതേപോലെ ജോലിക്ക് പോകുന്ന വാഹനങ്ങൾ, ഇവർക്കൊക്കെ വളരെയധികം പ്രയാസമാകുന്നുണ്ട്. കൂടാതെ പുലർച്ചെ പള്ളിയിലേക്ക് സുബഹി നിസ്കാരത്തിനായി പോകുന്നവർക്ക് തെരുവ് നായ ഒരു ഭീഷണിയായി മാറിയിട്ടുണ്ട്. അവിടെ വാഹനങ്ങൾ നിർത്തിയിടുന്ന സമയത്ത്, പ്രത്യേകിച്ച് മഴക്കാലം ആയതിനാൽ, തെരുവ് നായകൾ ഈ പാർക്ക് ചെയ്ത വാഹനങ്ങളുടെ അടിയിൽ കിടക്കുകയും അതിലെ ആളുകൾ കടന്നു വരുമ്പോൾ പെട്ടെന്ന് ആളുകളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ 2 ദിവസം മുമ്പ് കാണുകയുണ്ടായി. ദയവ് ചെയ്ത് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അവരുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജനങ്ങളെ തെരുവുനായ ശല്യം ചെയ്യുന്നത് ഒരു പരിധിവരെ രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം അതിന് പരിഹാരം കാണുന്നതിനേക്കാളും നല്ലത് അതിന് മുന്നോടിയായി മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. സാന്ദർഭികമായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർ തന്നെ മറ്റുള്ളവർക്ക് ഉപദ്രവം ആകുന്ന രീതിയിൽ അവരുടെ സ്വന്തം വാഹനം റോഡിൻ്റെ നല്ല ഭാഗങ്ങളിൽ പാർക്ക് ചെയ്യും. തൊട്ടടുത്ത ഭാഗത്ത് ഗട്ടറുള്ള ഭാഗങ്ങളിലൂടെ മറ്റു വാഹനങ്ങൾക്ക് പോകാനുള്ള സ്ഥലം ഒഴിവാക്കിയിടുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ സാധാരണ കാണാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ ഈ പാർക്ക് ചെയ്ത വാഹനം ഏതായാലും ആ ചെയ്യുന്ന വ്യക്തി തികച്ചും ഒരു മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും അത് പറഞ്ഞിട്ടും മാറ്റാൻ ഉദ്ദേശമില്ലാത്ത വ്യക്തികൾ ദയവായിട്ട് നിങ്ങളുടെ വാഹനം ഗട്ടറുള്ള ഭാഗങ്ങളിൽ പാർക്ക് ചെയ്യുക. അപ്പോൾ നല്ല റോഡിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകാനുള്ള സൗകര്യം അവിടെ ഉണ്ടാകും. കഴിയുന്നതും പബ്ലിക് പ്ലേസുകളിൽ മറ്റുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ തടസ്സമാകുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുക. ഈ തെരുവുനായ കുറുകെ ചാടിയ ഈ സംഭവം പറഞ്ഞ അവസരത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ സർക്കാരും കോർപ്പറേഷൻ അധികാരികളും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധികാരികളും തെരുവ് നായകളെ നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക സംവിധാനം കൊണ്ടുവരേണ്ടതാണ്. മനുഷ്യജീവന് യാതൊരു വാല്യൂ ഇല്ലാത്ത പോലെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇതിനു വേണ്ട ഒരു നല്ല നടപടി സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ പൊതുജന താൽപര്യാർത്ഥം മുഹമ്മദ് അലി പുത്തലത്ത്. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക.